വെൽക്കം ബാക്ക് ടു എമോറ വിമീഷ്. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നൊരു ചെറിയൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. എപ്പോഴും പറയും ചെറുതാണ്, ഇതും ചെറുത് തന്നെയാണ്, എളുപ്പമാണ്. അപ്പൊ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ റെസിപ്പിയാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അത്ര അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, കാരണം ഇത് എന്റെ മമ്മിയാണ് എപ്പോഴും ഉണ്ടാക്കി തരാറ്. മമ്മി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ റെസിപ്പി തയ്യാറാക്കിയതും. അതുപോലെ മമ്മിക്ക് ഇത് പറഞ്ഞു കൊടുത്തത് മമ്മിയുടെ അമ്മയാണ്. അപ്പൊ അത്രയും പാരമ്പര്യം നിറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഈ റെസിപ്പിയുടെ കൂടെ നമ്മൾ ചോറിന്റെ കൂടെ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കഴിച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഈ തൈരല്ലാണ്ട് വേറൊരു സംഭവം ഉണ്ട് അത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപ്പ് കുത്തി കച്ചിത്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം എന്താണ് ഈ പരിപ്പ് കുത്തി കച്ചിത്. ഒരുവിധം പേരുടെ ഫേവറേറ്റ് ആവാനാണ്, ഈ പരിപ്പ് ഇഷ്ടപ്പെടുന്നവരുടെ ഒരുവിധം പേരുടെ ഫേവറേറ്റ് ആയിരിക്കും ഈ പരിപ്പ് കുത്തി കച്ചിത്. അത് ഞാൻ വേറൊരു വ്ളോഗിൽ ഇടാം നിങ്ങൾക്ക് റെസിപ്പി. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം, അറിയാത്തവർക്ക് അത് അതിൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കോംബോ പരിപ്പ് കുത്തി കച്ചിതും ഈ ഒരു റെസിപ്പിയും കൂടി അടിപൊളിയാണ് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട്. ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേരുണ്ടല്ലോ, പേര് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഉണക്കമീൻ കുത്തി ഒലത്തിയത്, അതാണ് നമ്മുടെ റെസിപ്പിയുടെ പേര്. ഉണക്കമീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉണക്ക മാന്തലാണ് കേട്ടോ. അപ്പൊ അതായിരിക്കും ബെസ്റ്റ്. അപ്പൊ ഈ ഉണക്കമീൻ എങ്ങനെ ക്ലീൻ ചെയ്യാന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ 8 ഉണക്കമാന്തലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇനി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ 8 ഉണക്കമാന്തൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും കീറിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിലുള്ള ഉപ്പൊക്കെ ഈ പേപ്പറിലേക്ക് പിടിച്ചെടുക്കും. ഇതിൽ നിന്ന് ഒരെണ്ണെടുത്തിട്ട് അതിൻ്റെ തലയുടെ അവിടെ ഒരു കറുത്ത കളറുള്ള ഭാഗമുണ്ട്. ആ കറുത്ത കളറിൻ്റെ ഭാഗത്തിനെ അവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് തിരിച്ച് ആ കറുത്ത ഭാഗം കളയാം. അപ്പോൾ ആ കളയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് തൊലി എടുക്കാനായിട്ട് ഒരു ഭാഗം, ഒരു സൈഡ് ഇങ്ങനെ തൊലി പൊങ്ങി വരും. ആ തൊലി പൊങ്ങി വരുന്ന ഭാഗത്തോടുകൂടി തൊലി വലിച്ച് ഒരു സൈഡിൻ്റെ തൊലി കളയാം. ഒരു സൈഡിൻ്റെ തൊലി കളഞ്ഞാൽ മതി, മറ്റേത് കളയണമെന്നില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഈ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിലിടുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. എന്നിട്ട് വെള്ളത്തിലിടുമ്പോൾ നമ്മൾ എന്താ പറയുക, ഉപ്പ് പോകാനായിട്ട് പേപ്പർ ഇടണമെങ്കിൽ പേപ്പർ ഇടാം, അങ്ങനെ ഇട്ടിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതാണ് ഈ 8 ഉണക്കമാന്തൽ. ഇത് ഉണക്കമാന്തലാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെള്ളത്തിലൊക്കെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത സംഭവമാണ് ഇത്. ഒരു സൈഡ് മാത്രമേ തൊലി കളഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളം പോകാനായിട്ട് നമ്മളൊരു തുണി എടുത്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചട്ടിയിൽ, ഇത് പഴയ ചട്ടിയാണ് കേട്ടോ, കാരണം മീനൊക്കെ വറുക്കാനായിട്ട് പഴയതെടുക്കാറില്ലെങ്കിൽ ബാക്കിയുള്ള ചട്ടികളിലേക്കൊക്കെ മണം വരും. അത് തന്നെ പഴയ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ആ എണ്ണ പിന്നീട് നമ്മൾ ഉപയോഗിക്കാറില്ല, ആ എണ്ണ അങ്ങനെ തന്നെ കളയും. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു പകുതി ഒരു വറവാവണ വരെ, പകുതി മുക്കാൽ അതിൻ്റെ ഒരു വറവാവണ വരെ എടുക്കാം. ഭയങ്കര ഡ്രൈ ആയിട്ട് വറുക്കരുത്, ഒരു പകുതി മുക്കാൽ വേവിൽ അത് നമ്മൾ 2 സൈഡിലേക്കും മറിച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മുടെ ഇടിക്കല്ലിട്ടിട്ട് ഒന്ന് ചതയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് പകുതിയായിട്ട് എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ നേരത്തെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത കളർ എന്ന് പറഞ്ഞാൽ കറുത്ത കളർ നമ്മുടെ ഈ മീനിൻ്റെ കണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ കണ്ണിൻ്റെ ഭാഗത്താണ് നമ്മൾ പിടിച്ച് തിരിച്ചിട്ട് അവിടെ നിന്നാണ് തൊലി എടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ, എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ പേപ്പർ ഇടുമ്പോൾ കുറേ ഉപ്പൊന്നും പോരില്ല. ഇപ്പോൾ ഉണക്കമീനിലുള്ള ഭയങ്കരമായിട്ട് കുറേ ഉപ്പുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കീറിയിടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഉപ്പൊന്നും പോരില്ല, എന്നാലും കുറച്ച് ഉപ്പ് പോരും. അപ്പം നമ്മൾ ഈ റെഡിയാക്കുന്ന സമയത്ത് ഉപ്പ് ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാരണം ഉണക്കമീനാണ്, അത്യാവശ്യം നല്ല ഉപ്പ് ഓൾറെഡി അതിൽ കാണും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ചെറിയ പോയിൻറ്റ്സ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. ചതയ്ക്കാൻ വേണ്ടി എന്തൊക്കെ വേണം നോക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസുള്ള ചെറിയ ഉള്ളി, പിന്നെ ഒരു 6 വെളുത്തുള്ളി, ഇത് നമ്മൾ ചതയ്ക്കാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കൈപ്പിടി നാളികേരം ചിരവിയെടുത്തത്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കറിവേപ്പില, ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇത് ഒലത്തിയെടുക്കാനായിട്ട്. നമ്മൾ ഗ്യാസിലൊരു പാൻ വെക്കുന്നു. പഴയ പാൻ മതി കേട്ടോ, കാരണം നമ്മുടെ ഉണക്കമീനാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം.
ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മൂക്കണം. ഭയങ്കര ബ്രൗൺ ആവണ്ട, എങ്കിലും ഒന്ന് മൂത്ത് നന്നായിട്ട് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണം വരണം. നന്നായിട്ട് മൂത്ത് വന്നു വിട്ടാൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ മൂത്ത് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് അതിൻ്റെ ഒരു മൂത്തിന് ശേഷം നമ്മൾ നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ മീൻ വറുത്ത് വെച്ച മീനുണ്ടല്ലോ, അതിതാ ഇടിക്കല്ലിൽ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് ചതച്ച് കൊടുക്കുക. ഇതുപോലെ ഒരക്കല്ലിൽ ഒന്ന് നമ്മൾ ചതയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക ഈ മുള്ളൊക്കെ ഇങ്ങനെ നമുക്ക് വേർതിരിഞ്ഞ് വരും നമ്മൾ ഇതിൽ നമ്മുടെ ഈ കൂട്ടിലിട്ട് ഇളക്കുമ്പോൾ. അല്ലാതെ വേറൊരു രീതിയിലും ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഇടിച്ച് ചതച്ച് തന്നെ എടുത്തോളൂ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഭാഗം, അതെല്ലാവരും ശ്രദ്ധിക്കാം. ചതച്ച് കിട്ടിയത് നമ്മുടെ മുളകും നാളികേരം ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് അതിൽ പിടിക്കുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഇട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. അത്രയ്ക്കുള്ളൂ, കാരണം നമ്മുടെ ഇതെല്ലാം പിടിച്ചതാണ്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടോ. എനിക്ക് ഉപ്പൊന്നും ഇടേണ്ടി വന്നില്ല, കറക്റ്റായിരുന്നു. പിന്നെ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് അത് നന്നായി ചൂടായി ഒന്ന് നല്ലൊരു മണം വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് കഴിക്കാം. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. റെസിപ്പി കണ്ടില്ലേ? എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം, കാരണം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഉണക്കമീൻ കുത്തി നമ്മളിങ്ങനെ ചതയ്ക്കണത് നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ ഉരലിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇടിക്കല്ലിലിട്ടൊന്ന് ചതയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ചതയ്ക്കുമ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ആ മുള്ളിങ്ങനെ വേർതിരിഞ്ഞ് വരുന്ന പോലെ വരും. കൈ കൊണ്ട് പിച്ചിടാതെ ഇടിച്ച് തന്നെ ഇടാൻ ശ്രദ്ധിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പോയിന്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാമല്ലോ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും മറക്കരുത് കേട്ടോ. ഞങ്ങളൊന്ന് കട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.